കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ച് പ്രസംഗിച്ച് നടന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ വന്നാൽ പോലും താൻ എടുക്കാറില്ലെന്ന് തുറന്നു പറയുകയാണ് നടൻ സലീം കുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പോക്ക് എങ്ങോട്ട് എന്ന തരത്തിൽ സംശയം പ്രകടിപ്പിച്ച് താരം എത്തുന്നത്. താൻ കോൺഗ്രസുകാരനാണ്, കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ എടുക്കാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ച് പ്രസംഗിച്ച് നടന്നിരുന്നു. എന്നാൽ ഇതിനിടയിൽ എന്തൊക്കെയോ അന്തർനാടകങ്ങൾ നടക്കുന്നുണ്ട്. പത്മജിയുടെ ബിജെപിയിലേക്കുള്ള എൻട്രിയും രാജേന്ദ്രന്റെ അടുപ്പവുമൊക്കെ ചില പന്തികേടുകളുടെ സൂചന നൽകുന്നത് പോലെയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. CPM-ഉം BJP-യും തമ്മിൽ എന്തൊക്കെയോ ഡീൽ നടന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് എന്താണ് എന്നത് വ്യക്തമല്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ അത് വ്യക്തമാകുമെന്ന് കരുതാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഒന്നും ചെയ്യാതെ തന്നെ പലതവണ മത്സരിക്കാൻ സീറ്റ് ലഭിച്ചിട്ടുള്ള പത്മജ വേണുഗോപാൽ എന്നെ അവഗണിച്ചേ എന്ന കരച്ചിലും ഒപ്പാരുമായി BJP-യിൽ ചേരുന്നു. അതിനു മുമ്പേ കേന്ദ്ര മന്ത്രി വരെയായി സുഖിച്ചു നടന്ന പ്രൊഫസർ KV തോമസും അവഗണിച്ചെന്ന പരാതിയുമായി ഇടത്തേക്ക് മാറി. വീണ്ടും സ്റ്റേറ്റ് കാറും പദവിയും. മരുന്നെവിടെയെന്ന് ചോദിക്കുമ്പോൾ പൊതിച്ചോറിന്റെ കണക്ക് പറയുന്ന കോമഡി വേറെ. ഇതെല്ലാം കൂട്ടിക്കെട്ടി ഒരു പൊളിറ്റിക്കൽ കോമഡി സിനിമ ചെയ്താലോ എന്ന് പരിഹസിക്കുകയാണ് സലീം കുമാർ. ലോക പരാജയങ്ങളായി ഇവരെയൊക്കെ കഥാപാത്രങ്ങളാക്കി സിനിമയെടുത്താൽ അത് 8 നിലയിൽ പൊട്ടില്ലേ എന്നോർത്താണ് താൻ ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തിനാണ് വയ്യാത്ത പണിക്ക് പോകുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നതും. കൂടാതെ ഇത്തവണ ഇന്ത്യ സഖ്യം അധികാരം പിടിക്കില്ലെന്നും നരേന്ദ്രമോദി പവർഫുൾ നേതാവാണെന്നും എതിരാളികൾ പോലും അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അഴിമതി ആരോപണങ്ങൾ ചിലതൊക്കെ അങ്ങിങ്ങ് കേൾക്കുന്നതല്ലാതെ ഒരു നേതാവിനെതിരെയും വ്യക്തമായ ആരോപണം ഉയർന്നിട്ടില്ല. പ്രധാന കാര്യം അതൊന്നുമല്ല, രാഹുൽ ഗാന്ധിയെ മോദിക്ക് ബദലായി ഉയർത്തിക്കാട്ടാൻ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആകെ DMK മാത്രമാണ് രാഹുലിനെ ഉയർത്തിക്കാട്ടുന്നതെന്നാണ് സലീം കുമാറിന്റെ വാക്കുകൾ. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിലേക്കുള്ള BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. കൊല്ലത്ത് സന്ദീപ് വചസ്പതി, എറണാകുളത്ത് മേജർ രവി, ആലത്തൂർ രേണു സുരേഷ്, വയനാട് അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരുകളാണ് പ്രഖ്യാപിക്കുക. BJP മത്സരിക്കുന്ന 16 മണ്ഡലങ്ങളിൽ 12 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കാസർഗോഡ് ML അശ്വിനി, കണ്ണൂർ C രഘുനാഥ്, വടകര പ്രഫുൽ കൃഷ്ണ, കോഴിക്കോട് MD രമേശ്, മലപ്പുറം അബ്ദുൽ സലാം പൊന്നാനി, നിവേദിത സുബ്രഹ്മണ്യം, പാലക്കാട് C കൃഷ്ണകുമാർ, തൃശൂർ സുരേഷ് ഗോപി, ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ, പത്തനംതിട്ട അനിൽ ആന്റണി, ആറ്റിങ്ങൽ V മുരളീധരൻ, തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. മോദി ഗ്യാരണ്ടിയും കഴിഞ്ഞ 10 വർഷം BJP സർക്കാർ നടപ്പിലാക്കിയ വികസനവുമൊക്കെയാണ് സംസ്ഥാനത്ത് BJPയുടെ പ്രചരണത്തിലെ ഹൈലൈറ്റും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.